പുലരി വിരിഞ്ഞിട്ട് ഏറെ നേരമായിരുന്നു. സൂര്യൻ ആകാശത്തിൻ്റെ നെറുകിൽ എത്തിയിരുന്നു. മഞ്ഞിൻ്റെ നേർത്ത പാളികൾ അലിഞ്ഞുപോയി. പകൽ വെളിച്ചം ഭൂമിയെ മുഴുവൻ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇര തേടി പറവകൾ കൂടുവിട്ട് പറന്നുയർന്നു. ചുറ്റുമുള്ള ലോകം പുതിയൊരു ഉണർവോടെ അതിൻ്റെ പതിവ് വേഗതയിലേക്ക് തിരിച്ചെത്തുന്നു. എന്നാൽ ജനൽപ്പാളികളിലൂടെ അരിച്ചെത്തിയ സൂര്യകിരണങ്ങൾ മുഖത്ത് പതിച്ചപ്പോഴാണ് രേവതി പതിയെ കണ്ണു തുറന്നത്. കഴിഞ്ഞ രാത്രിയിൽ മദ്യത്തിൻ്റെ ലഹരി പൂർണ്ണമായും വിട്ടുമാറിയിരുന്നില്ല അവളിൽ. തലയിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടതോടെ അവൾ നെറ്റിയിൽ കൈവച്ച് അമർത്തിപ്പിടിച്ചു. ഹോ, തല വെട്ടിപ്പുളയുന്നത് പോലെ. വേദനയോടെ അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. കുറച്ചുനേരം അങ്ങനെ ഇരുന്ന ശേഷം ബോധം പതിയെ തെളിഞ്ഞു വരാൻ തുടങ്ങി. കണ്ണുകൾ പലതവണ ചിമ്മി തുറന്നു. അപ്പോഴേക്കും കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങി. ഒരു ചലച്ചിത്രത്തിലെ രംഗങ്ങൾ പോലെ. സിത്തുവിൻ്റെ മുഖം, അവൻ്റെ വാക്കുകൾ, അവൻ്റെ സ്നേഹം, ഓരോ ഓർമ്മയും മനസ്സിലേക്ക് തെളിഞ്ഞെത്തിയപ്പോൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സിത്തു. അവൾ പതിയെ ആ പേര് വീണ്ടും വിളിച്ചു. അപ്പോഴാണ് എന്തോ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചത്. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒച്ച വെക്കുന്നതാണ് അജയൻ. അജയൻ്റെ ശബ്ദം പോലും കേൾക്കാനേയില്ല. അജയൻ എവിടെയാ? അവൾ ചുറ്റും നോക്കി. എപ്പോഴും എന്തെങ്കിലും പരാതിയുമായി നടക്കുന്ന ആളാണവൻ. ഇന്നെന്താ ഒച്ചയുമൊന്നില്ലാത്തത്? പെട്ടെന്ന് തലേ ദിവസം നേഴ്സ് പറഞ്ഞ വാക്കുകൾ അവളുടെ ഓർമ്മയിൽ മിന്നൽ പോലെ തെളിഞ്ഞു. അയ്യോ! രേവതി പെട്ടെന്ന് നെറ്റിയിൽ കൈവച്ചു. നമ്മളതങ്ങ് മറന്നു പോയല്ലോ. അവളുടെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു. അജയന് ആക്സിഡൻറ്റ് പറ്റിയത് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നില്ലേ? ആ കാര്യം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ താൻ കിടന്നുറങ്ങിയല്ലോ എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. പക്ഷേ കഴിഞ്ഞ രാത്രി അവളുടെ മനസ്സിൽ മറ്റൊന്നിനും ഇടമുണ്ടായിരുന്നില്ല. സിത്തു. അവൻ്റെ സ്നേഹവും പരിചരണവും തൊടലും തലോടലും അവൻ്റെ സാമീപ്യവും വാക്കുകളും അവളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. ആ ഓർമ്മ വന്നതും വീണ്ടും അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. അവനായി. എന്തൊരു മനുഷ്യനാണ് സിത്തു! അവൾ സ്വയം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പെട്ടെന്നാണ് അവൾ ബോധത്തിലേക്ക് തിരികെ വന്നത്. അജയൻ. അവൾ വേഗം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. കുളിമുറിയിലേക്ക് ഓടി. അജയനെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണം. തയ്യാറാകുന്നതിനിടയിൽ അവളുടെ മനസ്സിൽ പല ചിന്തകളും ഓടിക്കൊണ്ടേയിരുന്നു. അജയൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? ഒരു നിമിഷം അവൾ ചിന്തിച്ചു. എന്തെങ്കിലും നുണ പറഞ്ഞൊപ്പിക്കാം. പക്ഷേ അതിനിടയിലാണ് മറ്റൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നത്. ഒരുപക്ഷെ ആ നീലിമ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലോ? അവളുടെ മുഖം മാറി. അവൾ വന്നതുകൊണ്ടാണോ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ എന്നെ ആരും വിളിക്കാഞ്ഞത്? അവളുടെ ഉള്ളിൽ അസ്വസ്ഥത പടർന്നു. അവൾ അവിടെയുണ്ടെങ്കിൽ പിന്നെ എനിക്കവിടെ എന്തു കാര്യം, എന്തു സ്ഥാനം? അവൾ പല്ലുകൾ കടിച്ചുകൊണ്ട് ആലോചിച്ചു. എന്തായാലും അവളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ഒരു വഴി കണ്ടെത്തണം. തയ്യാറായ ശേഷം രേവതി മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ കണ്ടതും അവളുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. സിത്തു. അവൾ വേഗത്തിൽ കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ. മറുവശത്തു നിന്ന് പരിചിതമായ ശബ്ദം കേട്ടു. യാ ബേബി. ആ ഒരു വിളി മാത്രം മതിയായിരുന്നു അവളുടെ മനസ്സിൽ വീണ്ടും ഒരു കുളിർ പടരാൻ. സിത്തു. നീ എവിടെയാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. യാ ബേബി. അവൻ്റെ ശബ്ദം പതിവിലേറെ മാദകത്വമുണ്ടായിരുന്നു. നീ എൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാ തോന്നുന്നത്. എന്ത്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ എന്നെ 24 മണിക്കൂറും ലഹരിയാക്കി വെച്ചിരിക്കുകയല്ലേ? ഇത് ന്യായമാണോ ബേബി? അവൻ്റെ തമാശ കലർന്ന വാക്കുകൾ കേട്ടതും രേവതി മുഖം നാണത്താൽ ചുവന്നു. അവൾ അറിയാതെ കണ്ണാടിക്ക് മുന്നിലേക്ക് നോക്കി. കണ്ണാടിയിലെ സ്വന്തം മുഖം കണ്ടപ്പോൾ അവൾക്ക് തന്നെ നാണം തോന്നി. ഇയാളുടെ വാക്കുകൾ മയങ്ങാത്ത ഏതെങ്കിലും പെണ്ണി ലോകത്തുണ്ടാകുമോ? അവൾ മനസ്സിൽ ചിന്തിച്ചു. സിത്തുവിൻ്റെ സ്നേഹവും കരുതലും ഇതിനോടകം തന്നെ അവളുടെ മനസ്സിനെ പൂർണ്ണമായി കീഴടക്കിയിരുന്നു. അവൾ മുടിയിഴകൾ പതിയെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. ബേബി. സിത്തുവിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷെ എനിക്ക് നീ തരുന്ന ഈ ലഹരി ഒത്തിരി ഇഷ്ടമാണ്. രേവതിയുടെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു. ശരി, ഞാൻ പറയാൻ വന്ന കാര്യം ആദ്യം പറയാം. അതിനുശേഷം നീ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. അവൻ കുറച്ചു നേരം നിശബ്ദനായി. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? എന്നെ തെറ്റിദ്ധരിക്കരുത് സിത്തു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ അടി വാങ്ങാൻ പോവുകയാ? മറുവശത്ത് അവൻ്റെ ചിരി കേട്ടു. പെണ്ണെ, ഇപ്പോൾ നിനക്ക് തലവേദന ഒത്തിരി കൂടുന്നുണ്ടാവും അല്ലേ? അവളൊന്നും പറയാതെ നിന്നു. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്കൊരു ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തത്. രേവതി അതിശയത്തോടെ കേട്ടു നിന്നു. അതുമാത്രമല്ല,
സിത്ത് വീണ്ടും തുടർന്നു. നീ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ടിഫിനും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ തലവേദന കുറക്കാനുള്ള ടാബ്ലറ്റും. സിത്തു, അവൾ അത്ഭുതത്തോടെ വിളിച്ചു. അതെല്ലാം ഇപ്പോൾ വരും. നീ അതൊക്കെ കഴിച്ചിട്ട് വേണം എവിടെയെങ്കിലും പോകാൻ. അവൻ പറഞ്ഞു തീരും മുൻപേ വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങി. മറുവശത്ത് സിത്തുവിൻ്റെ ശബ്ദം സന്തോഷത്തോടെ ഉയർന്നു. ഇതാ വരുന്നു. രേവതി വാതിലേക്ക് നോക്കി. സിത്തു, ഇതൊക്കെ നീ എന്തിനാ ചെയ്യുന്നത്? അവളുടെ സ്വരത്തിൽ അതിശയവും സ്നേഹവും നിറഞ്ഞിരുന്നു. മറുവശത്ത് ഒരു നിമിഷത്തെ നിശബ്ദത. ശേഷം അവൻ്റെ ശബ്ദം പതിഞ്ഞു. ഇതെല്ലാം എൻ്റെ കടമയാ ബേബേ. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. കൂടുതലൊന്നും പറയാൻ കഴിയാതെ രേവതി ഫോൺ കട്ട് ചെയ്തു. സിത്തുവിൻ്റെ സ്നേഹവും കരുതലും അവളെ പൂർണ്ണമായും കീഴടക്കി. അവൾ വേഗത്തിൽ വാതിലിനരികിലേക്ക് നടന്നു. വാതിൽ തുറന്നതും അവൾ ഞെട്ടിപ്പോയി. മുന്നിലൊരു മധ്യവയസ്കയായ സ്ത്രീ നിൽക്കുന്നു. രേവതി അവരെ സംശയത്തോടെ നോക്കി. ആരാ നിങ്ങൾ? അവളുടെ ചോദ്യം കേട്ടതും ആ സ്ത്രീയുടെ മുഖമങ്ങ് കടുത്തുപോയി. അത് ഞാനാടി നിന്നോട് ചോദിക്കേണ്ടത്. നീ ആരാടി? രേവതിയുടെ മുഖത്തും ദേഷ്യം പടർന്നു. ഹലോ, ആരാ നിങ്ങൾ? മര്യാദയില്ലാതെ സംസാരിക്കുന്നത്, അവൾ ചോദിച്ചു. പക്ഷെ ആ സ്ത്രീ അവളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ നേരെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. രേവതി ഉടൻ തന്നെ അവരുടെ മുന്നിൽ കയറി നിന്നു. ഏയ്, ആരാ നിങ്ങൾ? അവൾ വീണ്ടും ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അനുവാദമില്ലാതെ എൻ്റെ വീട്ടിൽ കയറാൻ നിങ്ങൾക്കെന്താ അവകാശം? മര്യാദക്ക് പുറത്തേക്ക് പോ. സ്ത്രീ അവളെ രൂക്ഷമായി നോക്കി. ഇല്ലെങ്കിൽ രേവതി വിരൽ ചൂണ്ടി കഴുത്തിന് പിടിച്ച് പുറത്താക്കും ഞാൻ നിങ്ങളെ. അടുത്ത നിമിഷം ആ സ്ത്രീ കൈ അവളുടെ കവളിൽ പതിച്ചു. അടിയുടെ ആഘാതത്തിൽ രേവതി ഒരു നിമിഷം മരവിച്ച് നിന്നുപോയി. അവൾ പതിയെ കവളിൽ കൈവച്ചു. വിശ്വസിക്കാനാവാതെ ആ സ്ത്രീയെ തന്നെ നോക്കി നിന്നു. എന്താടി? സ്ത്രീയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി. നിന്റെ വയസ്സെത്ര? എൻ്റെ വയസ്സെത്രയടി? രേവതി ഒന്നും മിണ്ടിയില്ല. മുതിർന്നവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നിനക്കറിയില്ലേടി? സ്ത്രീ വീണ്ടും ആക്രോശിച്ചു. കഴുത്തിന് പിടിച്ച് പുറത്താക്കുമെന്നോ? അവരുടെ കണ്ണുകളിൽ കോപം കത്തുകയായിരുന്നു. ആരാടി നീ? രേവതിയുടെ ഉള്ളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു വന്നു. ഈ സ്ത്രീ ആരാ? അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്തിനാ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ തല്ലുന്നത്? ഒരു പക്ഷേ മാനസിക നില തെറ്റിയവരാണോ? അവൾ വിറയുന്ന കൈകളുടെ മൊബൈൽ ഫോൺ എടുക്കാൻ ശ്രമിച്ചു. പോലീസിനെ വിളിക്കണം. അപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ഒരാളെ അവളുടെ കണ്ണുകൾ കണ്ടത്. അവൾ ഞെട്ടിപ്പോയി. അജയൻ! അജയൻ! അവളുടെ മുഖത്ത് പെട്ടെന്ന് ആശ്വാസം നിറഞ്ഞു. എപ്പോ വന്നു? അവളൊന്നും സംഭവിച്ചതില്ലാത്തതുപോലെ ചോദിച്ചു. വാ, എന്താ അവിടെ നിൽക്കുന്നത്? ഒരതിഥിയെ സ്വീകരിക്കുന്നത് പോലെ അവൾ അവനെ അകത്തേക്ക് വിളിച്ചു. പക്ഷെ അജയൻ അപ്പോഴും തല കുനിച്ച് നിന്നതേയുള്ളൂ. അപ്പോഴാണ് ആ സ്ത്രീ അവനെ നോക്കി വിളിച്ചത്. വാടാ, എന്താ അവിടെ നിൽക്കുന്നത് നീ? അകത്തേക്ക് വാ. അജയൻ പതിയെ അകത്തേക്ക് കയറി. അവനെ കണ്ടതോടെ ആ സ്ത്രീയുടെ മുഖത്തെ കോപം വീണ്ടും ഇരട്ടിയായി. ഈ മഹാറാണി വിളിക്കുന്നത് കേട്ടില്ലേ നീ? അവർ രേവതിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. അകത്തേക്ക് വാടാ നീ. അജയൻ തല കുനിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അവനൊന്നും മിണ്ടിയിട്ടേയില്ല. അവൻ്റെ ആ നിശബ്ദത രേവതിക്ക് കൂടുതൽ ഭയം തോന്നിച്ചു. ആ സ്ത്രീ അവനെ നോക്കി വീണ്ടും തുടങ്ങി. അത്യാവശ്യത്തിന് വണ്ടിക്കൂലി കൊടുക്കാൻ പോലും ഗതിയില്ലാത്തവൻ. അവരുടെ ശബ്ദത്തിൽ പരിഹാസം നിറഞ്ഞു. എന്താ നിനക്ക് ഇത്ര തിരക്ക്? രേവതി അവരെ നോക്കി നിന്നു. അവൾക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള എന്തോ ഒരു തീരുമാനമായാണ് അവർ എത്തിയിരിക്കുന്നത്. അവളുടെ ഹൃദയത്തിൽ വേഗത്തിൽ മിടിച്ചു. പക്ഷെ എന്തിനാ? അവൾ അജയനെ നോക്കി. അജയൻ! അവളുടെ ശബ്ദം വിറച്ചു. ഇവരാരാ? അജയൻ മറുപടി പറഞ്ഞില്ല. അജയൻ, ഞാൻ ചോദിച്ചത് കേൾക്കുന്നില്ലേ നീ? വീണ്ടും അവൾ ചോദിച്ചു. അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല. രേവതിയുടെ ഭയം കൂടിക്കൊണ്ടേയിരുന്നു. എന്താ നീ ഒന്നും പറയാത്തത്? അവൾ വീണ്ടും ചോദിച്ചു. അവസാനം ആ സ്ത്രീ രേവതി രൂക്ഷമായി നോക്കി. പോലീസിനെ വിളിക്ക്. രേവതി ഞെട്ടി. എന്ത്? പോലീസിനെ വിളിക്കടി നീ? സ്ത്രീ വീണ്ടും ആക്രോശിച്ചു. പോലീസിനെ വിളിച്ച് നിന്റെ മരുമക്കളെ പുറത്താക്കാൻ ഇവൻ്റെ സഹായം തേടിയ നീ ഇവിടെ വന്നത്? രേവതിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. മരുമക്കളോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. സ്ത്രീ അവളെ തന്നെ നോക്കി നിന്നു. രേവതിയുടെ കണ്ണുകൾ പതിയെ അജയനിലേക്ക് തിരിഞ്ഞു. മരുമകളെന്ന് ആരെയാ പറഞ്ഞത്? അവളുടെ ശബ്ദം വിറച്ചിരുന്നു. അജയൻ അപ്പോഴും തലകുനിച്ച് തന്നെയിരുന്നു. രേവതിയുടെ മനസ്സിലൂടെ 1000 ചോദ്യങ്ങൾ ഒരേ സമയം പാഞ്ഞുപോയി. ഇവർ ആരാണ്? അജയനുമായി ഇവർക്കെന്താ ബന്ധം? എന്നെ മരുമകൾ വിളിച്ചത് എന്തിന്? അവൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ആ സ്ത്രീ അടുത്ത വാക്കുകൾ അവളുടെ കാലിനടിയിലെ മണ്ണ് തന്നെ ഇളക്കി മറിച്ചത്. എന്താ നീ നോക്കി നിൽക്കുന്നത്?
അവർ പരിഹാസത്തോടെ ചോദിച്ചു. ഇവിടെ നിൽക്കുന്ന ഞാൻ ആരാണെന്ന് പോലും നിനക്കറിയില്ലേടി? രേവതി ശ്വാസം അടക്കി പിടിച്ച് അവരെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നു. അജയൻ മാത്രം എല്ലാം അറിയുന്ന ഒരാളെപ്പോലെ മൗനമായി അപ്പോഴും ഇരിക്കുകയാണ്.